ഹലോ നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് ധാരാളം കത്തുകൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ അപ്പോൾ തന്നെ ഫോൺ ചെയ്യാവുന്നതാണ്. ഫോണിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭാരതീയമായിട്ടുള്ള ജ്യോതിഷ ആചാരപ്രകാരമുള്ള മറുപടിയും പരിഹാര നിർദ്ദേശങ്ങളും ലഭിക്കുന്നതാണ്. പരിഹാര നിർദ്ദേശങ്ങൾ വളരെ ലളിതമായിരിക്കും. കത്തുകളിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുള്ള കത്തുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മറുപടി ഇവിടെ നൽകുകയാണ്. ശ്രീ ദാമോദരൻ പിള്ള അഞ്ചലിൽ നിന്ന് എഴുതുന്ന ഒരു കത്താണ്. എൻ്റെ നക്ഷത്രം അത്തം. പുതിയ വീട് വെച്ചു. താമസം തുടങ്ങിയ കാലം മുതൽ ഓരോരോ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. ആദ്യം വാഹനം ഒന്ന് മുട്ടി, 50,000 രൂപയിലധികം നഷ്ടം. മകൻ്റെ എൻജിനീയറിംഗ് കോളേജ് പഠനം മുടങ്ങി. 20 പേപ്പർ അരിയേഴ്സ് ഉണ്ട്. 2 വർഷം മുമ്പ് വരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഈ വീട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷമാണ് ഈ പഠന കാര്യങ്ങളിൽ അലസത വന്നത് എന്നുള്ളതാണ് സംശയം. വിഷമിക്കാനൊന്നും തന്നെയില്ല. വാസ്തുവിനോ അല്പമൊരു ദോഷമുണ്ടായിരിക്കാം. അതാണ് ഈ അനുഭവങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ചെറിയ താഴ്ച വന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു വാസസ്ഥാനം, നമ്മളൊരു സ്ഥലത്ത് താമസം തുടങ്ങുമ്പോൾ അവിടെയുള്ള ഒരു സ്പന്ദന തലമുണ്ട്. സ്പന്ദന തലം എന്ന് വെച്ചാൽ ഒരു വൈബ്രേഷൻ ലെവലുണ്ട്. അത് നമ്മുടെ ബോഡിയുടെ വൈബ്രേഷൻ ലെവലുമായിട്ട് ചേരാതെ വരുമ്പോഴാണ് നമ്മുടെ അനുഭവങ്ങളിൽ അല്പം മോശമാകുന്നത് അല്ലെങ്കിൽ താഴേക്ക് വരുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ചില പ്രത്യേക ജപധ്യാനാദികളുണ്ട്, അത് മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായിട്ടുള്ള ചില സ്പന്ദന തലങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരമല്ല ഊട്ടി അല്ലെങ്കിൽ വയനാട്. വ്യത്യസ്തമായിട്ട് നമ്മുടെ ശരീരത്തെ അത് സ്വാധീനിക്കുന്നുള്ളതാണ്. ശരീരം എന്ന് പറയുമ്പോൾ അസുഖങ്ങൾ മാത്രമല്ല, നമ്മുടെ ശിരസ്സിൽ സ്പന്ദന തലങ്ങളിലും ഒരുപാട് ബ്രെയിൻ ആക്ടിവിറ്റിയിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും നമ്മൾ മറ്റൊരു സ്ഥലത്ത് താമസം തുടങ്ങുമ്പോൾ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ഇവിടെ ഇപ്പോൾ പ്രായമനുസരിച്ച് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം യോഗധ്യാനമാണ്. എല്ലാ ദിവസവും രാവിലെ 15 മിനിറ്റും രാത്രി 15 മിനിറ്റും യോഗധ്യാനം നടത്തുക. ഇപ്പോൾ രാശി എടുത്തതിൽ നമ്മൾ കാണുന്നത് വാസ്തുദോഷം അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ഈ വാസ്തുദോഷം നോക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മൾ ആദ്യം ദിഗ്നിർണയം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ദിഗ്നിർണയം എന്ന് വെച്ചാൽ ഏതൊക്കെ ഡയറക്ഷൻസ് ആണ്, നോർത്താണോ സൗത്താണോ ഈസ്റ്റാണോ വെസ്റ്റാണോ, എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, ബെഡ്റൂം എവിടെയാണ് വെന്റിലേഷൻ വരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് വാസ്തുവിനെക്കുറിച്ചും ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പ്രദേശത്തിൻ്റെ ഗന്ധം, അവിടെയുള്ള ഒരു ഫെർട്ടിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാസ്തുവിൽ വരും. സ്ട്രക്ചർ ഓഫ് ദി ഹൗസ് ആണ് വാസ്തുവിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ദിഗ്നിർണയം നടത്താതെ അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏതായാലും ശ്രീ ദാമോദരൻ പിള്ള അഞ്ചലിന് അത്തം നക്ഷത്രമായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്യുക. യോഗധ്യാനം ശീലിക്കുക. എല്ലാ ദിവസവും യോഗധ്യാനം ശീലിച്ചുകൊണ്ട് അടുത്ത ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടുന്ന് അല്പം പുണ്യാഹം വാങ്ങിച്ചിട്ട് പുണ്യാഹ ശുദ്ധി വരുത്തുക വാസ്തുവിനും. അതുകൊണ്ട് തന്നെ മനസ്സിന് ആശ്വാസവും സന്തോഷവും സമാധാനവും വരുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ആദിത്യ ഹൃദയ സ്തോത്രം ദിവസവും ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സ്പന്ദന തലങ്ങളിൽ വ്യത്യാസം വരും. തദോ യുദ്ധ പരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം എന്ന് പോകുന്നു. അപ്പോൾ ആദിത്യ ഹൃദയ സ്തോത്രം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. അപ്പോഴേക്കും മനസ്സിന് സമാധാനവും സന്തോഷവും വരുന്നു. മാത്രമല്ല ഈ സ്പന്ദനങ്ങളിൽ ഈ വൈബ്രേഷൻ ലെവലിൽ ധാരാളം വ്യത്യാസം വരും. അത് വളരെ എളുപ്പം തന്നെ അനുഭവത്തിൽ വരും. ഒരു 5 മാസത്തിനകം തന്നെ അനുഭവത്തിൽ വരും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. സന്തോഷമായിരിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ഹലോ മോന്റെ കാര്യം അറിയാൻ വേണ്ടിയാ. പറഞ്ഞോളൂ. എത്ര വയസ്സായി? മോനിപ്പോ 20ാമത്തെ വയസ്സാണ്. 9/6/99 മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. എന്താ നക്ഷത്രം? നക്ഷത്രം രേവതി നക്ഷത്രം. എന്ത് ചെയ്യുന്നു കുട്ടി? മോനിപ്പോ പാരാമെഡിക്കലിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കുകയാണ്. ഫസ്റ്റ് ഇയർ ആയി. ഈ വർഷം പഠിത്തത്തില് കണ്ടകശനി കാലമായതുകൊണ്ട്, രേവതി നക്ഷത്രത്തിന് കണ്ടകശനി കാലമായതുകൊണ്ട് പഠന കാര്യങ്ങളിൽ അല്പം ഒന്ന് ശ്രദ്ധ കുറയും, അത്രയേ ഉള്ളൂ. എന്നാലും വിഷമിക്കാനൊന്നുമില്ല. പിന്നെ കുട്ടിക്ക് ഇപ്പോൾ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ദേഷ്യവും വാശിയൊക്കെ ഉണ്ടായിരിക്കും. അതൊന്ന് നിയന്ത്രിക്കാൻ പറഞ്ഞോളൂ കേട്ടോ. ഭയങ്കര ദേഷ്യം, അങ്ങനെ വീട്ടിലങ്ങ് പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അത് അങ്ങനെ വരുന്ന ഒരു കാലമാണ്. ചൊവ്വ എപ്പോഴും ബലവാനാവുമ്പോഴേക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരും. ചൊവ്വ എന്ന് പറയുന്ന യുദ്ധത്തിൻ്റെ ഒരു ദേവതയായിട്ടാണ്, ട്യൂ ദി ഗോഡസ്,
വെസ്റ്റേൺ പാശ്ചാത്യ സംസ്കാരത്തിലും അത് തന്നെയാണ്. ഈ ചൊവ്വയ്ക്ക് ഒരു പ്രത്യേക ബലം വരുമ്പോഴേക്കും കോപ സ്വഭാവം വരും, അഗ്രസീവ് ടെൻഡൻസീസ് വരും. അത് സ്വാഭാവികം മാത്രമാണ്. ഈ കുട്ടിക്കും അങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ അങ്ങോട്ട് മാറിക്കോളും കേട്ടോ, വിഷമിക്കാനൊന്നും തന്നെയില്ല. കുട്ടി നല്ല നിലയിൽ പോവും. ജലരാശി ആയതുകൊണ്ട് വിദേശധനം വരാനുള്ള ഭാഗ്യമുണ്ട്. വിദേശത്തേക്ക് പോകാനൊക്കെ ആയിരിക്കും അയാൾക്ക് താല്പര്യവും. ഹലോ എന്തായാലും എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരുന്നുള്ളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ അടുത്തൊരു കത്തിലേക്ക് പോകാം. കോള് കട്ടായതുകൊണ്ട്. കുമാരി ശില്പ വിനോദ് ഇടപ്പള്ളിയിൽ നിന്നാണ് എഴുതുന്നത്. BSc ഫിസിക്സ് കഴിഞ്ഞു, ഇനി ഏത് ഫീൽഡാണ് അനുയോജ്യം എന്നാണ് ചോദിക്കുന്നത്. BSc ഫിസിക്സ് കഴിഞ്ഞു, നക്ഷത്രം ഉത്രട്ടാതി. ജാതകം അനുസരിച്ച് ശുക്രൻ വളരെ ബലവാനാണ്. ശുക്രൻ ബലവാനാവുമ്പോൾ എപ്പോഴും വാഹനം അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ ശോഭിക്കും എന്നുള്ളതാണ്. കുട്ടിയുടെ 2 ചന്ദ്രൻ ഉണ്ട്. ചന്ദ്രനുണ്ട് എന്ന് മാത്രമല്ല ശുക്രൻ കൂടെയുണ്ട്. വളരെ ശക്തനാണ്, ഉച്ചസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് കലാപരമായിട്ടുള്ള കഴിവുകളുണ്ട്. 2 ഇങ്ങനെയുള്ളൊരു ഗ്രഹസ്ഥിതി വന്നു കഴിഞ്ഞാൽ യു ഷുഡ് ബി വെരി അട്രാക്റ്റീവ് ആസ് വെൽ. വളരെ ആകർഷണീയത ഉള്ള കുട്ടിയായിരിക്കണം. അതുകൊണ്ട് എപ്പോഴും മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ജോലി, ഫാഷൻ ഡിസൈനിങ്, മോഡലിംഗ്, ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാം. മീഡിയ സ്റ്റഡീസിൽ, ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാം. സദസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയായിരിക്കും കുട്ടിക്ക്, അതായത് കുമാരി ശില്പയ്ക്ക് ഏറ്റവും നല്ലത് എന്ന് കാണുന്നു. ഈ വർഷം തന്നെ നേട്ടങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. ഉത്രട്ടാതി നക്ഷത്രമായതുകൊണ്ട് ചെറിയ പ്രയാസങ്ങളുണ്ട്. ചെറിയ പ്രയാസങ്ങൾ എന്ന് വെച്ചാൽ പഠന കാര്യങ്ങൾ അല്പം ഒരു താല്പര്യക്കുറവ് വരാം. കണ്ടകശനിക്കാലം എന്ന് പറയും. പക്ഷെ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വ്യാഴൻ നല്ല സ്ഥിതിയിലാണ്. ശുക്രൻ ജാതകത്തിൽ വളരെ ബലവാനാണ്. നല്ലൊരു സ്ഥിതി തന്നെ വരും. എപ്പോഴും ശുക്രൻ ബലവാനാണ് എന്നുണ്ടെങ്കിൽ കല, സാഹിത്യം, സദസ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലി, ഇവയിലൊക്കെ ശോഭിക്കാനുള്ള ഒരു ഭാഗ്യം വരും. എപ്പോഴും ജാതകത്തിലെ ഒരു ഗ്രഹസ്ഥിതി അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ്, ഹയർ എഡ്യൂക്കേഷന് സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശുക്രാചാര്യന് വൈദ്യവുമായിട്ടും ബന്ധമുണ്ട്. പക്ഷെ കുട്ടിക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞതുകൊണ്ട്, ശില്പയ്ക്ക് ഇപ്പോൾ BSc ഫിസിക്സ് കഴിഞ്ഞതുകൊണ്ട് ഈ രംഗമായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം അറിയാം. ആ രംഗത്ത്, കലയുമായിട്ട് ബന്ധപ്പെട്ട രംഗത്ത് പഠനം തുടരുക. നല്ലൊരു സ്ഥിതിയിലെത്തും, സംശയം വേണ്ട. ശുക്രൻ ബലവാനായിരിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. സന്തോഷമായിരുന്നുള്ളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എവിടുന്നാണ് വിളിക്കുന്നത്? പാലക്കാട്. പാലക്കാട്. ആരുടെ കാര്യം? എന്റെ മോന്റെ പിറന്നാളാണെന്ന്. നല്ല കാര്യം. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ, പിറന്നാൾ ആശംസകൾ. എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് പ്രത്യേകിച്ച് അറിയിക്കുക. പറഞ്ഞോളൂ. മോന്റെ നക്ഷത്രം ഉത്രട്ടാതി. ഈ വർഷം മോൻ എങ്ങനെ ഉണ്ടായിരിക്കും അറിയാൻ വേണ്ടി. ഉത്രട്ടാതി നക്ഷത്രത്തിന് ഈ വർഷം ഭേദപ്പെട്ട കാലം തന്നെയാണ്. അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പക്ഷെ പഠന കാര്യങ്ങളിൽ അല്പം ഒരു താല്പര്യക്കുറവോ ശരീരത്തിനൊരു ക്ഷീണമോ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. താല്പര്യക്കുറവ് വരാം. എന്ന് മാത്രമല്ല വിനോദത്തിന് പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ ഒന്ന് ശ്രദ്ധ കുറയ്ക്കുക. അത് ഇന്നത്തെ കാലത്ത് വിനോദം എന്ന് പറയുമ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള മൊബൈൽ ഓൾ ദി ടൈം ഗെറ്റിംഗ് ഇൻവോൾവ്, അല്ലെങ്കിൽ ടെലിവിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്പം ഒന്ന് കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ പഠന കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ച വരും. അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഏതായാലും ഈ വർഷം ഏതായാലും നല്ലതാണ്. പൊതുവെ 2 വീലേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞോളൂ കേട്ടോ. ഈ അഡ്വഞ്ചറസ് ട്രിപ്സ് ഒന്നും ഈ വർഷം വേണ്ട എന്നുള്ളതാണ്. പക്ഷെ ശരീരം ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഹലോ. ഹലോ. പറഞ്ഞോളൂ. ഞാൻ ഇടുക്കി നിന്നാണ്. ആരുടെ കാര്യം അറിയണ്ട? എന്റെ ഒരു മകളുടെ മകൻ. മകൾ 12/12/12 ജനനത്തീയതി. 12/12/12 സമയം 4:12. അത് ശരി. എന്താ നക്ഷത്രം? നക്ഷത്രം നോക്കില്ല, ക്രിസ്ത്യാനികളാണ് നോക്കില്ല. നക്ഷത്രമാണോ അറിയണ്ട? നഷ്ടമല്ല, അതിന്റെ ഗുണം 12/12/12 വ്യത്യസ്ത ജന്മമാണല്ലോ. അതെ, 12/12/12 എന്ന് പറയുന്നത് വളരെ ഒരു സ്ട്രേഞ്ച് കോമ്പിനേഷൻ ആണ്. വളരെ നല്ലതാണ്. ഇത്തരത്തിലുള്ള ഒരു സിമെട്രി ജീവിതത്തിൽ വരുന്നതും വളരെ നല്ലതാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ സന്തോഷമായിട്ട് ഇരിക്കാവുന്നതാണ്. 4/12 ജനനം അല്ലേ? വൈകുന്നേരമാണോ?
വൈകുന്നേരം 4:12. 4:12. 12-12 കോമ്പിനേഷൻ പല ജ്യോതിഷത്തിനകത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. മുപ്പൂയം രാജയോഗം എന്നൊക്കെ പറയും. ഒരു നക്ഷത്രം 3 പേർക്ക് ഒരു ഗൃഹത്തിൽ വന്നു കഴിഞ്ഞാൽ അത് രാജയോഗം. നമ്മുടെ സിനിമാ രംഗത്തുമൊക്കെ അങ്ങനെയുള്ള പലരും ഉണ്ട്. ഒരേ നക്ഷത്രം 3 പേർക്ക് ഒരു കുടുംബത്തിൽ വരിക, അങ്ങനെ രാജയോഗ ഫലങ്ങൾ അനുഭവിക്കുന്ന പലരുമുണ്ട്. 4-12 വൈകുന്നേരം അല്ലേ? എവിടെയാണ് ജനിച്ചത്? എനിക്ക് കട്ടപ്പന, ഇടുക്കി. 12-12-2012, 4-12. ഏതായാലും കട്ടപ്പന ഇടുക്കി ആയതുകൊണ്ട് നക്ഷത്രം അനിഴം നക്ഷത്രമാണ് കേട്ടോ. അനിഴം നക്ഷത്രമാണ്. പൊതുവെ ഭാഗ്യമുള്ള നക്ഷത്രമാണ്. നേട്ടങ്ങൾ വരുന്ന ഒരു നക്ഷത്രമാണ്. ലഗ്നത്തിലെ വ്യാഴനുണ്ട്, അത് വളരെ നല്ലതാണ്. ലഗ്നത്തിന് വ്യാഴനുള്ളതുകൊണ്ട് ദൈവാധീനം ഉണ്ടെന്ന് പറയും. കാര്യങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ഭാഗ്യമാണല്ലോ ഏറ്റവും പ്രധാനം. നമ്മൾ എത്രത്തോളം അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളുണ്ടെങ്കിലും ആ വേണ്ട സമയത്ത് അവസരം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ആയില്ല. നമ്മളൊരു കോളേജിൽ പരിശോധിച്ചാൽ മതി. അക്കാഡമിക് എക്സലൻസ് ഉള്ള പലർക്കും ചിലപ്പോൾ പെട്ടെന്ന് ഉയർച്ച വരണമെന്നില്ല, നല്ലൊരു സ്ഥാനപ്രാപ്തി വരണമെന്നില്ല, നല്ലൊരു വിവാഹം ലഭിക്കണമെന്നില്ല. എപ്പോഴും മറ്റു കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. അതൊക്കെ വേണം, എഡ്യൂക്കേഷണൽ എക്സലൻസും മറ്റു ക്വാളിറ്റീസും ഒക്കെ വേണമെങ്കിലും നമുക്കൊരു ഭാഗ്യം പൂർണ്ണമായിട്ടുണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അർഹിക്കുന്ന ഒരു ഉയർച്ച വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ കുട്ടിക്ക് എന്തായാലും ഭാഗ്യമുണ്ട്. ഇപ്പോൾ അത്ര നല്ല സമയമല്ല, ഇപ്പോൾ പ്രസന്റ് പീരീഡ് അത്ര നല്ലതല്ല, പക്ഷെ വളരെ നല്ലൊരു ജാതകമാണ്. മുന്നോട്ട് പോകും തോറും യൗവനത്തിലെത്തുമ്പോഴേക്കും വളരെ നല്ലൊരു സ്ഥിതി വരാനുള്ള യോഗം ജാതകത്തിലുണ്ട്. ഇപ്പോൾ ബുധദശ കാലമാണ്, ബുധദശ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ലൊരു ബേസ് കൊടുക്കേണ്ട സമയവുമാണ്. ലഗ്നത്തിൽ വ്യാഴനുള്ളതുകൊണ്ട് ഭാഷാ സ്വാധീനം ഉണ്ടാക്കാൻ കൂടി ഒന്ന് ശ്രമിക്കണം കേട്ടോ. വോയിസ് ട്രെയിനിങ്ങും പ്രൊനൗൺസിയേഷൻ ട്രെയിനിങ് കൂടി ഒന്ന് കൊടുക്കുക. ആ രീതിയിൽ വളരെയധികം അധ്യാപനം, വൈദ്യം ഈ രംഗത്ത് ശോഭിക്കാനുള്ള ഭാഗ്യവും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകാനുള്ള ഭാഗ്യവുമുണ്ട്. അറിയപ്പെടുന്ന വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിം, പ്രശസ്തി വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ജീവിതത്തിൽ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങളിലൊന്നാണ് പ്രശസ്തി എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്. ഫിസിയോളജിക്കൽ ചേഞ്ചസ് പോലും ഉണ്ടാക്കും പ്രശസ്തി വരുമ്പോൾ. പ്രശസ്തി എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടുന്ന പ്രശസ്തി, ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പ്രശസ്തി വരുമ്പോഴാണ്. അതാണ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിന് സന്തോഷം വരുമ്പോൾ അവരുടെ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ മെച്ചമാവും. ഏതായാലും പ്രശസ്തി വരാനുള്ള ഭാഗ്യമുണ്ട്. നല്ല ജാതകമാണ്. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ. സാറേ നമസ്കാരം. നമസ്കാരം പറഞ്ഞോളൂ. എന്റെ പേര് സുദീപ് എന്നാണ്. സുദീപ് നീലിമംഗലത്ത് നിന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 18-12-1988 ഒരു ശനിയാഴ്ച 11 മണിക്കാണ് ജനിച്ചത്. രേവതി നക്ഷത്രം. എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. എനിക്ക് അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പെരപണി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, വീട് പണിതോണ്ടിരിക്കുന്നു. അപ്പം വീട് പണി പകുതിയായിട്ട് സ്റ്റോപ്പായി പോയായിരുന്നു. പകുതിയായിട്ട് സ്റ്റോപ്പായി പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ശാല ഫണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് തന്നെ എല്ലാം പിന്നെ ഞാൻ ഈ ഇപ്പം നിലവിൽ ചെയ്തോണ്ടിരിക്കുന്നത്, ഞങ്ങള് വിശ്വകർമ്മരാണ്. അപ്പം അതിൽ കാർപ്പൻട്രി വർക്ക് തന്നെ കുലത്തൊഴിലാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. നല്ല കാര്യം. അപ്പം ഈ കുലത്തൊഴിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഈ ഫീൽഡിൽ നിന്ന് പയ്യെ ഒന്ന് മാറാനായിട്ടൊരു ചെറിയ പ്ലാൻ ഉണ്ട്. അപ്പം അതും പിന്നെ എന്റെ അനീതി ഉണ്ട്. അത് താങ്കളുടെ കാര്യം നോക്കുമ്പോൾ ദേശം വിട്ടു പോകാനും ഇപ്പോൾ ജനിച്ച സ്ഥലം വിട്ട് മാറി താമസിക്കാനും അവിടുന്ന് ഒരുപാട് ഉയർച്ച വരാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. സ്ഥലം വിട്ട് മാറിപ്പോകാൻ എന്ന് വെച്ചാൽ ഈ സ്ഥലം വിൽക്കണം എന്നല്ല, സ്ഥലം വിട്ട് മാറിപ്പോകാനും ഉയർച്ച വരാനുമുള്ള ഭാഗ്യമുണ്ട്. ഈ പണി ഇടയ്ക്ക് വെച്ച് മുടങ്ങി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് തന്നെ അത് അറിയാമായിരിക്കും. വാസ്തുവിന്റെ കാര്യങ്ങൾ അറിയാമായിരിക്കും. സാധാരണഗതിയിൽ പണി ഇടയ്ക്ക് വെച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് വടക്ക് കിഴക്ക് സ്ഥാനത്ത് എന്തോ അശുദ്ധിയുണ്ട് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് സ്ഥാനത്ത് അശുദ്ധിയുണ്ട് എന്ന് വാസ്തുവിൽ നമ്മൾ പറയും. അപ്പോൾ വടക്ക് കിഴക്ക് ഒന്ന് പരിശോധിക്കുക. വടക്ക് കിഴക്ക് എന്തെങ്കിലും അശുദ്ധി ഉണ്ടോ?
അതായത് ഡ്രെയിനേജ് കണക്ഷൻ പോയിന്റോ ചവറിടുന്ന സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തെക്ക് പടിഞ്ഞാറ് വന്നാലും പണി മുടങ്ങാറുണ്ട്. ആരൂഢത്തിന് എന്തെങ്കിലും തടസ്സം വന്നാലും സാധാരണഗതിയിൽ പണമുള്ളവർക്ക് പോലും പണി മുടങ്ങാറുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വന്നിട്ടും പണി മുടങ്ങാറുണ്ട്. പണത്തിൻ്റെ ഒരു പ്രശ്നമല്ല അവിടെ. പലപ്പോഴും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെയുള്ള ഞാൻ ഈ പറഞ്ഞ 3 ഘടകങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ പണി മുടങ്ങി കാണാറുണ്ട്. വളരെ പണം ചിലവാക്കി ഇപ്പോൾ ഒരു വീട് വയ്ക്കുന്നുണ്ട്. അതിൽ ആരൂഢം നിങ്ങൾക്ക് പരിചയമുള്ള ഒരു മീഡിയ പേഴ്സണാലിറ്റിയാണ്. പക്ഷെ ആ വീട് പല പ്രാവശ്യം മുടങ്ങി. പണമില്ലാത്തതുകൊണ്ടല്ല, ധാരാളം പണമുണ്ട്. പക്ഷെ ആ വീടിൻ്റെ വടക്ക് കിഴക്ക് അശുദ്ധിയുണ്ട്. അത് കോമ്പൗണ്ടിനകത്തല്ല, കോമ്പൗണ്ടിന് പുറത്താണ്. നമ്മുടെ ഈ കോമ്പൗണ്ട്, ഈ ബൗണ്ടറി എന്നൊക്കെ പറയുന്നത് നമുക്ക് വില്ലേജ് ഓഫീസിൽ പറയേണ്ട കാര്യങ്ങളാണ്. അത് നമ്മുടെ പൊസഷനിൽ ഉള്ള കാര്യം മാത്രമല്ല, നമ്മുടെ വീടിനടുത്ത് എന്താണോ സ്ഥിതി അതിനും പ്രാധാന്യമുണ്ട്. പലപ്പോഴും ഈ വാസ്തുവിൽ അത് നോക്കാറില്ല. ഈ നമ്മുടെ പൊസഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലീഗലായിട്ടുള്ളൊരു റൈറ്റ് ആണല്ലോ. വാസ്തുവിൽ അങ്ങനെയല്ല. വാസ്തുവിൽ വരുമ്പോഴേക്കും നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ഇത്ര അകലത്തിൽ എന്തുണ്ട്, നമ്മുടെ പൂജാമുറിയിൽ നിന്ന് ഇത്രയും അകലത്തിൽ എന്തുണ്ട്, അത് ചിലപ്പോൾ മറ്റൊരാളുടെ പ്രോപ്പർട്ടി ആയിരിക്കാം. എന്നാൽ പോലും അതിന് വളരെയധികം പ്രാധാന്യം വാസ്തുവിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. താങ്കൾ ആ ജോലി തന്നെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതായാലും വിഷമിക്കാൻ ഒന്നും തന്നെയില്ല. താങ്കൾക്ക് വളരെ നല്ലൊരു കാലം വരുന്നുണ്ട്. ഹലോ, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു കോൾ ഉണ്ട്, നമുക്ക് ശ്രദ്ധിക്കാം. ഹലോ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ, എവിടെന്നാ വിളിക്കുന്നത്? സർ, പാലക്കാട്ടിന്നാ വിളിക്കുന്നത്. ആരുടെ കാര്യം അറിയണ്ട? ഞാൻ ബിന്ദു സർ. മോന്റെ കാര്യമാണ്. മോന്റെ പേര് പറഞ്ഞോളൂ. പേര് ബിന്ദു. സർ, ഇപ്പൊ ഈ വീട് ഒരു കിഴക്ക് നോക്കിയിട്ടാ ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ അടുക്കള വശം വന്നിട്ട് വടക്ക് ഭാഗത്താണ്. പക്ഷെ അതിന്റെ എൻട്രൻസ് ബാക്കിൽ കൂടെ. അപ്പൊ അതിനെന്തെങ്കിലും ദോഷമുണ്ടോ സാർ? ഞങ്ങൾ ഇടയ്ക്ക് ഒരു ജോലിസിനെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. അപ്പൊ അത് ചെറുതായിട്ടൊരു ദോഷം പറഞ്ഞിരുന്നു. അപ്പൊ ഇതോട് കൂടിയിട്ട് ജോയിന്റ് ചെയ്തിട്ടാണ് കെട്ടിക്കുന്നത്. അങ്ങനെയാ നോക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. ഈ വാസ്തു നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോമ്പസ് വെച്ചിട്ട് നോർത്തും സൗത്തും കണ്ടുപിടിക്കണം. സൂര്യൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ഡിഗ്രി വെച്ച്, അതറിയാലോ. അപ്പോൾ സൂര്യൻ്റെ സ്ഥിതി വെച്ചിട്ടല്ല നമ്മൾ കിഴക്ക് നിശ്ചയിക്കുന്നത്. നമ്മൾ കിഴക്ക് നിശ്ചയിക്കേണ്ടത് നോർത്ത് സൗത്ത് ആദ്യം കണ്ടുപിടിക്കുക, വടക്ക് തെക്ക് കണ്ടുപിടിക്കുക, പിന്നെ വലത്ത് ഭാഗം ഇടത്ത് ഭാഗം, അതറിയാലോ. കിഴക്ക് പടിഞ്ഞാറ്, അപ്പോൾ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്, ഇങ്ങനെയുള്ള ദിക് നിർണയം എന്ന് പറയും. അതായത് 8 ദിക്കുകളും കൃത്യമായിട്ട് നിർണയിച്ചതിന് ശേഷം ഈ വീടിൻ്റെ സ്ഥിതി എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. വീട് ഏത് ആംഗിളിലിരിക്കുന്നു അത് വളരെ പ്രധാനമാണ്. ഈ ചില പ്രാദേശികമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. തെക്കോട്ട് വീട് തിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ചില വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതൊക്കെ ഒരു ഘടകം മാത്രമാണ്. തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന പലർക്കും വളരെ ഐശ്വര്യം വരുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊരു ഘടകം മാത്രമാണ്. നമ്മുടെ സൗന്ദര്യത്തിൽ ഒരു ഘടകം, കണ്ണ് നന്നായിരിക്കുന്നു അതുകൊണ്ട് ഒരാൾ സുന്ദരിയാവില്ല. മറ്റ് എല്ലാ ഘടകങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഒരാളുടെ സൗന്ദര്യവും ബുദ്ധിയും ഒക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ വാസ്തു നിർണയം വരുമ്പോഴേക്കും ദിക്കൊരു പ്രധാന ഘടകമാണ്. എങ്ങോട്ട് അത് തിരിഞ്ഞിരിക്കുന്നു, അതിൻ്റെ സ്പന്ദന തലം, വൈബ്രേഷൻ ലെവൽ എങ്ങനെയാണ്. പിന്നെ ജാതകം, ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ ജാതകം, അതിൻ്റെ അഷ്ടവർഗം എടുത്തിട്ട് അതിനകത്ത് എത്ര അക്ഷങ്ങൾ ഓരോ ദിക്കുകളിലുമുണ്ട് എന്ന് നോക്കുന്ന ഒരു രീതിയുണ്ട്. ജാതകവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വാസ്തു വരുന്നത്. അല്ലാതെ വാസ്തു എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യമല്ല. ഒരാൾക്കൊരു കാര്യം ചേരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചിലർക്ക് റെഡ് കളർ ഡ്രസ്സ് ചേരും, ചിലർക്ക് ഗ്രീൻ ആയിരിക്കും ചേരുന്നത്. ഓരോരുത്തർക്കും ഓരോന്നാണ് ചേരുന്നതെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോൾ വാസ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഘടകങ്ങൾ കൂടി നോക്കിയതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. വാസ്തു പെട്ടെന്ന് ഇപ്പോൾ ഇന്ന വശത്ത് അടുക്കള വന്നു അതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. ജാതകത്തിന് അതിനകത്തൊരു പ്രാധാന്യമുണ്ട്. എപ്പോഴും കിഴക്കോട്ട് ദർശനമായിട്ടാണ് സാധാരണഗതിയിൽ അടുക്കള വരാറ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം അടുക്കളയ്ക്കകത്തേക്ക് വരും എന്നുള്ളതാണ്.
ഡിസിൻഫെക്റ്റൻ്റ് ആണല്ലോ. സൂര്യപ്രകാശം എന്ന് പറയുന്നത് ശരിക്കാണ് അണുവിമുക്തമാക്കും ശരിക്ക് നമ്മുടെ കിച്ചൺ. അപ്പോൾ അതുകൊണ്ട് ആ ദിശയിലേക്കാണ് സാധാരണഗതിയിൽ കിച്ചൺ അടുക്കള വരാറ്. പൊതുവേ അങ്ങനെയാണ്. ഇപ്പോൾ വാസ്തു അനുസരിച്ചും ഇപ്പോഴത്തെ മോഡേൺ ആർക്കിടെക്ചർ അനുസരിച്ചും ഇപ്പോൾ അവരൊക്കെ ഇത് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ പോലും അത് നോക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അടുക്കള പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ടോട്ടാലിറ്റി ആ ഗൃഹത്തിൻ്റെ കംപ്ലീറ്റ് പ്ലാനുമായിട്ട് ബന്ധപ്പെടുത്തി അതിനകത്തുള്ള ദിക്നിർണയമൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അതല്ല സാർ, ഇപ്പൊ പൊതുവെ ഒരു അടുക്കള സ്പേസ് കുറച്ച് കൂടുതലാവാൻ പറ്റില്ല എന്നുള്ളൊരു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതുകൊണ്ട് മാത്രം നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. പണ്ട് ഈ വീടിന് പേരിടുന്നത് പോലും വീടിൻ്റെ ടോട്ടൽ ഏരിയ വെച്ചിട്ടാണ്. അതായത് ഭവനം, ഇപ്പോൾ ജാനകി ഭവനം, നിലയം, നമ്മൾ പഴയ സിനിമയുടെ പേര് തന്നെ ഭാർഗവി നിലയം. അപ്പോൾ ഇങ്ങനെയുള്ള നിലയം, ഭവനം ഒക്കെ നമ്മൾ പേരിടുമ്പോൾ പോലും വീടിൻ്റെ ഏരിയ, മറ്റ് ഘടകങ്ങൾ, സ്ട്രക്ചർ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പേരിടുന്നത് എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ അടുക്കളയ്ക്ക് സ്പേസ് കൂടി എന്നുള്ളത് കൊണ്ട് മാത്രം ദോഷം വരുന്നില്ല. അതിന് ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പണം ചിലവായി പോകും എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം പറയാറുണ്ട്. ആഹാര നീഹാരാദികളിൽ ചില പ്രയാസങ്ങളൊക്കെ വരുമെന്ന് പറയാം. അതൊക്കെ ഒരു ഘടകം മാത്രമാണ്. അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ. ഹലോ പറഞ്ഞോളൂ. ഞാൻ സാറേ നമസ്കാരം സാർ. ഞാൻ എന്റെ മോന്റെ വിവരം അറിയാൻ വേണ്ടിയിട്ടാണ്. മകൻ എന്ത് ചെയ്യുന്നു? അവൻ ഇപ്പോ +2 കഴിഞ്ഞിട്ട് ITI കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. എത്ര വയസ്സായി? അവന് 1998 ആഗസ്റ്റ് 9/20 ആദ്യം ജനനം. എന്താ നക്ഷത്രം? അവിട്ടം നക്ഷത്രം. ഇപ്പോൾ 7.5 ശനി കാലമാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ അല്പം ഒരു നിരാശയോ കാര്യങ്ങൾക്ക് തടസ്സമോ ഒക്കെ വരുന്നൊരു സമയമാണ്. കോപവും അല്പം ഒന്ന് കൂടിയിരിക്കും. കാര്യങ്ങളിലൊന്നും താല്പര്യം ഇല്ലാത്ത ഒരവസ്ഥയും വരും. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. അതായത് അത് ഇപ്പോഴത്തെ ഒരു ഗ്രഹസ്ഥിതി കൊണ്ടാണ് അങ്ങനെയുള്ള അനുഭവം വരുന്നത്. അതുകൊണ്ട് വിഷമിക്കാനൊന്നും തന്നെയില്ല. ഇതിപ്പോൾ അങ്ങോട്ട് മാറിക്കോളും. കാലം ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണല്ലോ. ചിലപ്പോൾ നല്ല സമയമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് അല്പം ഒന്ന് താഴേക്ക് പോകും. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു 7.5 ശനി കാലമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലും വളരെയധികം വ്യത്യാസം വരും. ഒരു ഇൻഡിഫറൻസ്, ഒന്നിലൊരു താല്പര്യം ഇല്ലായ്മ, ആരോടും സ്നേഹം ഇല്ലായ്മ, സ്നേഹം അമ്മയോട് പോലും സ്നേഹക്കുറവ് വരും. അതൊന്നും സ്ഥായിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല. അതങ്ങോട്ട് മാറിക്കോളും. വ്യാഴൻ ബലവാനായതുകൊണ്ട് ആള് സത്യസന്ധനായിരിക്കും. ഭാവിയിൽ അത് പ്രകടമാകുകയും ചെയ്യും. എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു കോപ സ്വഭാവം ഒക്കെ ഉണ്ടാവും, വാശിയൊക്കെ ഉണ്ടാവും, കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയുണ്ടാവും. പക്ഷേ സാങ്കേതിക രംഗത്ത് തന്നെ ഇയാൾ ശോഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. മാറും. ആ അവസ്ഥ മാറിക്കോളും. അത് ഇനി ഒരു വർഷം കൂടി കഴിയുമ്പോൾ മാറിക്കോളും. നല്ലൊരു സ്ഥിതിയിലെത്തും. സന്തോഷമായിരിക്കുക. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ സർ. പറഞ്ഞോളൂ. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് വിളിക്കുന്നത്. ആരുടെ കാര്യം അറിയണ്ട? എന്റെ പേര് ശ്രീധരൻ. എന്റെ പേര് തന്നെ. പറഞ്ഞോളൂ. ചതയം നക്ഷത്രം. എന്താ തൊഴിൽപരമായിട്ടുള്ള. എത്ര വയസ്സായി? 58 വയസ്സ്. 58 വയസ്സ്. ഈ ജാതകവും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ ചില പ്രയാസങ്ങൾ വന്നിട്ടുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. വൃദ്ധിക്ഷയങ്ങൾ നമ്മൾ പറയും. അതായത് ഉയർച്ച താഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അല്ലേ? അത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. താങ്കളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എത്ര പണം വന്നു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ പണത്തിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ വരും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മാറും. ഇങ്ങനെയുള്ള ഒരു ഉയർച്ച താഴ്ച, വൃദ്ധിക്ഷയം ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ അല്പം ഒരു ക്ഷയം, അല്പം ഒരു വീക്ക്നെസ് വന്നിട്ടുള്ള ഒരു കാലമാണ്. കുറച്ചൊന്ന് താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷെ വിഷമിക്കാനില്ല. 9 മാസം കൂടി കഴിയുമ്പോൾ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോഴുള്ള എന്തെങ്കിലും ചെറിയ ബാധ്യത പോലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. സമ്പന്നമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നോളൂ. അപ്പോൾ സന്തോഷമായിട്ടിരുന്നോളൂ. വിഷമിക്കാൻ ഒന്നും തന്നെയില്ല. കത്തുകൾ അയക്കാം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കാം. വിശദമായിട്ടുള്ള മറുപടി പ്രോഗ്രാമിൽ പറയും. എല്ലാ ദിവസവും നക്ഷത്രഫലം പ്രോഗ്രാമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതിലൊക്കെ കത്തിനുള്ള മറുപടി വിശദമായിട്ട് ലഭിക്കും. കത്തുകൾ അയക്കേണ്ട വിലാസം: നക്ഷത്രഫലം, News 18 കേരളം, കുളത്തൂർ PO, കഴക്കൂട്ടം, തിരുവനന്തപുരം.
നക്ഷത്രഫലം പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.